നമസ്കാരം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആദ്യം അഹങ്കാരികൾ എന്ന് വിളിക്കുന്ന സ്ത്രീകളുടെ പെരുമാറ്റ രീതി എങ്ങനെയെന്ന് നോക്കാം. ഈ പറയുന്ന ലക്ഷണങ്ങൾ സ്ത്രീകൾക്ക് മാത്രമല്ല, പുരുഷന്മാർക്കും ബാധകമായ വ്യക്തിത്വ സ്വഭാവങ്ങളാണ്. ഒരാളിലെ ഒരു ലക്ഷണം മാത്രം കണ്ടുകൊണ്ട് അവരെ അഹങ്കാരി എന്ന് വിധിക്കാനാവില്ല. കാര്യം മനസ്സിലായല്ലോ അല്ലേ? അഹങ്കാരം എന്നത് സൗന്ദര്യമോ സമ്പത്തോ വിദ്യാഭ്യാസമോ അല്ല. മറ്റുള്ളവരെക്കാൾ താൻ ഉയർന്നവളാണെന്ന മനോഭാവമാണ് യഥാർത്ഥ അഹങ്കാരം. ഇന്നത്തെ കാലത്ത് ചിലരിൽ കാണാൻ സാധ്യതയുള്ള അഹങ്കാരപരമായ 10 സ്ത്രീ പെരുമാറ്റങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഒന്നാമത്തേത്, മറ്റുള്ളവരെ നിരന്തരം ചെറുതായി കാണുക എന്ന പ്രവണത. സ്വന്തം അഭിപ്രായം മാത്രമെന്ന് ശരിയെന്ന് കരുതുകയും മറ്റുള്ളവരുടെ അഭിപ്രായം വില കുറച്ച് കാണുകയും ചെയ്യുക എന്നത്. രണ്ടാമത്തേതാണ് തെറ്റ് സമ്മതിക്കാൻ തയ്യാറാകാതെ ഇരിക്കുക. തെറ്റ് സംഭവിച്ചാലും അത് അംഗീകരിക്കാതെ മറ്റുള്ളവരുടെ മേൽ കുറ്റം ചുമത്താൻ ശ്രമിക്കുക എന്നത്. മൂന്നാമത്തേതാണ് അമിത പ്രശംസ പ്രതീക്ഷിക്കുക എന്നത്. എപ്പോഴും പ്രശംസയും ശ്രദ്ധയും ലഭിക്കണം എന്ന് ആഗ്രഹം വെച്ച് പുലർത്തും. നാലാമത്തേത് മറ്റുള്ളവരുടെ വികാര മനോഭാവങ്ങളെ അവഗണിക്കുക എന്നത്. ഇവർ സ്വന്തം വികാരങ്ങൾക്ക് മാത്രം പ്രാധാന്യം നൽകുകയും മറ്റുള്ളവരുടെ മനസ്സിനെ പരിഗണിക്കാതിരിക്കുകയും ചെയ്യും. അഞ്ചാമത്തേതാണ് എപ്പോഴും നിയന്ത്രിക്കാൻ ശ്രമിക്കുക എന്നത്. ബന്ധത്തിൽ എല്ലാ തീരുമാനങ്ങളും താനായിരിക്കണം എടുക്കേണ്ടത് എന്ന മനോഭാവം ഇവർക്ക് എപ്പോഴും ഉണ്ടാകും. ആറാമത്തേത് വിമർശനം സ്വീകരിക്കാത്ത സ്വഭാവം. ഇവർ ചെറിയ നിർദ്ദേശമോ വിമർശനമോ പോലും ഒരു വ്യക്തിപരമായ ആക്രമണമായി കണക്കാക്കും. ഏഴാമത്തേത് ക്ഷമ ചോദിക്കാൻ മടിക്കുക. അതായത് ഇവർ ക്ഷമിക്കണമെന്നൊരു വാക്ക് പറയാൻ പോലും ഇവർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടും. എട്ടാമത്തേത് ഇവർക്ക് കൂടുതലായി കാണുന്ന ഒരു മനോഭാവമാണ് മറ്റുള്ളവരുടെ വിജയത്തിൽ അസ്വസ്ഥത. ഇവർക്ക് മറ്റുള്ളവരുടെ നേട്ടത്തിൽ സന്തോഷിക്കുന്നതിന് പകരം അസൂയയോ അസ്വസ്ഥതയോ തോന്നും. ഒൻപതാമത്തെ കാര്യമാണ് ബന്ധങ്ങളെ ഇവർ സ്വാർത്ഥമായി കാണും. മറ്റുള്ളവരെ ഇവർ സ്വന്തം ആവശ്യങ്ങൾക്ക് മാത്രം സമീപിക്കും. പത്താമത്തേതാണ് ഇവർക്ക് വിനയത്തിൻ്റെ അഭാവം ഉണ്ടായിരിക്കും. ഇവർ വിജയിച്ചാലും അത് പങ്കുവയ്ക്കാതെ മറ്റുള്ളവരെ താഴ്ത്തി കാണിക്കാൻ ശ്രമിക്കും. ഈ അഹങ്കാരം ഒരു വ്യക്തിയുടെ ലിംഗവുമായി ബന്ധപ്പെട്ട കാര്യമല്ല. സ്ത്രീകളിലും പുരുഷന്മാരിലും ഇത് കാണാം. അതുപോലെ ആത്മവിശ്വാസവും അഹങ്കാരവും ഒന്നല്ല. ആത്മവിശ്വാസം സ്വന്തം കഴിവിൽ ഉള്ള വിശ്വാസമാണ്. അഹങ്കാരം മറ്റുള്ളവരെ താഴ്ത്തി കാണിക്കുന്ന മനോഭാവമാണ്. നമ്മളിൽ ഇത്തരം സ്വഭാവങ്ങൾ ഉണ്ടോ എന്ന് ആദ്യം പരിശോധിക്കുക. വിനയം, ബഹുമാനം, കരുണ എന്നിവ വളർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അടുത്തത്, ഒരു സ്ത്രീ വിഷമിക്കാനുള്ള 10 കാരണങ്ങൾ എന്തൊക്കെയെന്ന് പറയാം. സ്ത്രീകൾ എന്തുകൊണ്ടാണ് എപ്പോഴും വിഷമിക്കുന്നത്? ഇത് ഒരൊറ്റ കാരണത്താലല്ല. ഓരോ വ്യക്തിയുടെയും ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. എന്നിരുന്നാലും പല സ്ത്രീകളും അനുഭവിക്കുന്ന ചില പൊതുവായ കാരണങ്ങളുണ്ട്. അവ ഏതൊക്കെയെന്ന് നോക്കാം. ഒന്നാമത്തേത്, അവഗണിക്കപ്പെടുന്നു എന്ന തോന്നൽ. സ്നേഹിക്കുന്നവരിൽ നിന്ന് ശ്രദ്ധയോ പരിഗണനയോ ലഭിക്കുന്നില്ല എന്ന് തോന്നുമ്പോൾ വിഷമം ഉണ്ടാകുന്നു. രണ്ടാമത്തേത്, വികാരങ്ങൾ കേൾക്കപ്പെടാത്തത്. സ്വന്തം സന്തോഷവും സങ്കടവും ആരും പരിഗണിക്കുന്നില്ല എന്ന തോന്നൽ മാനസിക ഭാരം വർദ്ധിപ്പിക്കും. മൂന്നാമത്തേതാണ് ബഹുമാനക്കുറവ്. കുടുംബത്തിലോ ജോലിസ്ഥലത്തോ ബഹുമാനം ലഭിക്കുന്നില്ല എന്ന തോന്നൽ ദുഃഖത്തിന് കാരണമാകും. നാലാമത്തേതാണ് വിശ്വാസം തകരുന്നത്. കള്ളം, വഞ്ചന അല്ലെങ്കിൽ വാഗ്ദാന ലംഘനം ബന്ധങ്ങളിൽ വലിയ വേദന സൃഷ്ടിക്കും. അഞ്ചാമത്തേതാണ് അമിത ഉത്തരവാദിത്വം. വീട്ടുജോലി, ജോലി, കുട്ടികളുടെ പരിപാലനം, കുടുംബ ബാധ്യതകൾ എന്നിവ ഒരുമിച്ച് വഹിക്കേണ്ടി വരുമ്പോൾ മാനസിക ക്ഷീണം ഉണ്ടാവും. ആറാമത്തേത് താരതമ്യം ചെയ്യപ്പെടുന്നത്.
മറ്റുള്ളവരുമായി നിരന്തരം താരതമ്യം ചെയ്യുന്നത് ആത്മവിശ്വാസത്തെ ബാധിക്കും. ഏഴാമത്തേത് ആശയവിനിമയ കുറവ്. തുറന്ന മനസ്സോടെ സംസാരിക്കാനോ അഭിപ്രായം പങ്കിടാനോ കഴിയാത്ത ബന്ധങ്ങളിൽ തെറ്റിദ്ധാരണകൾ വർദ്ധിക്കും. എട്ടാമത്തേതാണ് സാമ്പത്തിക സമ്മർദ്ദങ്ങൾ. കുടുംബ ചിലവുകൾ, സാമ്പത്തിക അനിശ്ചിതത്വം എന്നിവയും വിഷമത്തിന് കാരണമാകും. ഒൻപതാമത്തേതാണ് ആരോഗ്യ പ്രശ്നങ്ങളും മാനസിക സമ്മർദ്ദവും. ശാരീരാരോഗ്യ അസ്വസ്ഥത, ഉറക്കക്കുറവ്, ദീർഘകാല സമ്മർദ്ദം മാനസികാവസ്ഥയെ ബാധിക്കും. പത്താമത്തേതാണ് സ്നേഹവും അംഗീകാരവും ലഭിക്കാത്തത്. ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു നന്ദി വാക്കോ അംഗീകാരമോ ലഭിക്കാത്തത് പലർക്കും വിഷമമുണ്ടാകും. സ്ത്രീകൾ വിഷമിക്കുന്നത് അവർ ദുർബലയായതുകൊണ്ടല്ല. ജീവിതത്തിലെ സമ്മർദ്ദങ്ങൾ, ബന്ധങ്ങളിലെ വെല്ലുവിളികൾ, വികാരപരമായ ആവശ്യങ്ങൾ എന്നിവയുടെ സ്വാധീനമാണ് പലപ്പോഴും കാരണം. അതുകൊണ്ട് പരസ്പരം കേൾക്കുക, ബഹുമാനിക്കുക, തുറന്ന ആശയവിനിമയം നടത്തുക, പിന്തുണ നൽകുക എന്നിവ ആരോഗ്യപരമായ ബന്ധങ്ങൾക്ക് പ്രധാനമാണ്. അടുത്തത് സ്ത്രീകളുടെ മനസ്സിൽ സ്ഥാനം എങ്ങനെ നേടാം, അതിനുവേണ്ടി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. സ്ത്രീ മനസ്സ് സമുദ്രത്തേക്കാൾ ആഴമുള്ളതാണെന്ന് പലരും പറയാറുണ്ട്. എന്നാൽ സ്ത്രീകളെ മനസ്സിലാക്കുക അസാധ്യമാണോ? അല്ല. ഓരോ വ്യക്തിയും വ്യത്യസ്തമാണ്. എന്നിരുന്നാലും പല സ്ത്രീകളിലും പൊതുവായി കാണുന്ന ചില മാനസിക സ്വഭാവങ്ങളും വികാരപരമായ ആവശ്യങ്ങളും ഉണ്ട്. അവ മനസ്സിലാക്കിയാൽ ബന്ധങ്ങൾ കൂടുതൽ മനോഹരമാക്കാനും പരസ്പര ബഹുമാനം വളർത്താനും സഹായിക്കും. അതിൽ ഒന്നാമത്തേത്, സ്ത്രീകളെ സംബന്ധിച്ച് ബഹുമാനമാണ് ഏറ്റവും വലിയ സ്നേഹം. സ്ത്രീകൾക്ക് വിലയേറിയ സമ്മാനത്തെക്കാൾ പ്രാധാന്യമുള്ളത് ബഹുമാനമാണ്. അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുക, തീരുമാനങ്ങൾ മാനിക്കുക, പൊതുവേദിയിൽ അപമാനിക്കാതിരിക്കുക. ഇവ വിശ്വാസം വളർത്തും. രണ്ടാമത്തേത്, സ്ത്രീകൾ വാക്കുകൾ മാത്രമല്ല പെരുമാറ്റവും ശ്രദ്ധിക്കും. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ ആ സ്നേഹം പ്രവൃത്തിയിലൂടെ പ്രകടിപ്പിക്കുന്നവരെയാണ് സ്ത്രീകൾ കൂടുതൽ വിശ്വസിക്കുന്നത്. ചെറിയ കരുതലുകൾ പോലും അവർ വലിയ വിലമതിക്കും. മൂന്നാമത്തേതാണ്, സ്ത്രീകൾ കേൾക്കാൻ തയ്യാറാവുന്നവരെയാണ് അവർ ഇഷ്ടപ്പെടുന്നത്. പലപ്പോഴും സ്ത്രീകൾക്ക് പരിഹാരമല്ല വേണ്ടത്, തങ്ങളുടെ വികാരങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുന്ന ഒരാളെയാണ്. അവർ പറയുന്നത് ക്ഷമയോടെ കേൾക്കുക എന്നത് വലിയ ഒരു ഗുണമാണ്. നാലാമത്തേത്, സ്ത്രീകളുടെ വിശ്വാസം ഒരിക്കൽ തകർന്നാൽ തിരികെ നേടാൻ ബുദ്ധിമുട്ടാണ്. കള്ളം പറയുക, വാക്ക് പാലിക്കാതിരിക്കുക, വഞ്ചിക്കുക ഇവയെല്ലാം വിശ്വസ്തത തകർക്കും. വിശ്വാസമാണ് എല്ലാ ബന്ധങ്ങളുടെയും അടിസ്ഥാനം. അഞ്ചാമത്തേത്, ഇവർ ചെറിയ കാര്യങ്ങൾ പോലും ഓർമ്മയിൽ സൂക്ഷിക്കും. ജന്മദിനം, പ്രത്യേക ദിവസങ്ങൾ, പറഞ്ഞ കാര്യങ്ങൾ ഇവ ഓർമ്മയുള്ളവർക്ക് സ്ത്രീകൾ കൂടുതൽ പ്രാധാന്യം നൽകും. ഇത് അവർ ശ്രദ്ധിക്കപ്പെടുന്നു എന്ന അനുഭവം നൽകുന്നു. ആറാമത്തേത്, സുരക്ഷിതത്വം അവൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഇത് സാമ്പത്തിക സുരക്ഷ മാത്രമല്ല, വികാരപരമായ സുരക്ഷ, വിശ്വാസം, ബഹുമാനം, ആശ്വാസം ഇവയും അത്രയും പ്രാധാന്യമുള്ളതാണ്. ഏഴാമത്തേത്, ആത്മാർത്ഥത തിരിച്ചറിയാനുള്ള കഴിവ്. സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാളും ഇത് കൂടുതലാണ്. നാടകീയമായ സ്നേഹവും ആത്മാർത്ഥമായ കരുതലും തമ്മിലുള്ള വ്യത്യാസം പല സ്ത്രീകളും തിരിച്ചറിയാറുണ്ട്. അതിനാൽ കൃത്രിമത്തെക്കാൾ ആത്മാർത്ഥതയാണ് ഇവർക്ക് വിലപ്പെട്ടത്. എട്ടാമത്തേതാണ്, സ്ത്രീകൾ എപ്പോഴും നന്ദി പറയുന്നതിനെ വിലമതിക്കും. ഒരു ചെറിയ നന്ദി, നീ ചെയ്തതിന് സന്തോഷം എന്നിങ്ങനെയുള്ള വാക്ക് പോലും ബന്ധത്തെ ശക്തമാക്കും. അംഗീകാരമെന്നത് എല്ലാവർക്കും ആവശ്യമാണല്ലോ, അല്ലേ? ഒൻപതാമത്തേത് വളരെ വിലമതിക്കുന്ന ഒന്നാണ്. സ്ത്രീകൾക്ക് സ്നേഹത്തോടൊപ്പം സ്വാതന്ത്ര്യവും വേണം. സ്നേഹം ഒരു നിയന്ത്രണമല്ല. പരസ്പരം വിശ്വസിക്കുകയും വ്യക്തിപരമായ ഇടം നൽകുകയും ചെയ്യുന്ന ബന്ധങ്ങളാണ് കൂടുതൽ ആരോഗ്യകരം. പത്താമത്തേതാണ്, യഥാർത്ഥ സ്നേഹം പ്രവൃത്തിയാണെന്ന് വിശ്വസിക്കുന്നവരാണ് സ്ത്രീകൾ. വലിയ വാഗ്ദാനങ്ങളെക്കാളും ചെറിയ കരുതലുകൾ അവർ കൂടുതൽ വില നൽകുന്നു. പ്രതിസന്ധികളിൽ കൂടെ ഉണ്ടാവുന്നതാണ്
യഥാർത്ഥ സ്നേഹം തെളിയിക്കുന്നത്. പ്രിയരെ, സ്ത്രീ മനസ്സ് ഒരു രഹസ്യമല്ല. ബഹുമാനം, വിശ്വാസം, ആത്മാർത്ഥത, ആശയവിനിമയം, കരുതൽ, ഈ 5 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഏത് ബന്ധവും മനോഹരമാക്കാം. ഇതിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എല്ലാ സ്ത്രീകൾക്കും ഒരുപോലെ ബാധകമാണെന്ന് പറയാനാവില്ല. കാരണം ഓരോ വ്യക്തിയുടെയും സ്വഭാവവും അനുഭവങ്ങളും വ്യത്യസ്തമാണ്. എന്നാൽ ആരോഗ്യപരമായ ബന്ധങ്ങൾ വളർത്താൻ ഈ പൊതുവായ ആശയങ്ങൾ സഹായകമാകും. പ്രിയരെ, ഈ അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ ഒന്ന് അറിയിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായമൊന്ന് കമൻറ്റ് ബോക്സിൽ എഴുതുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.